ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പറ്റില്ല സാറേ, ഇക്കാര്യത്തിലേ സാറ് ഞാൻ പറയുന്ന അനുസരിച്ചേ പറ്റൂ. എടോ, താൻ പറയുന്ന കോമാളി വേഷം കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഈ നാട്ടിലെ ബാക്കിയുള്ളവരെല്ലാം കോമാളി വേഷം കെട്ടിക്കൊണ്ടാണ് നടക്കുന്നത്. താനൊരു കാര്യം ചെയ്യും, തന്റെ വിവാഹം ആവുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. എടോ, ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് ഇല്ലടോ. ഇത് കേൾക്കുമ്പോഴാ എനിക്ക് ഇതിങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ഒരു ചടങ്ങിൽ എന്നെ പ്രതീക്ഷിക്കണ്ട. പ്രതീക്ഷിക്കുന്നില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്. എന്താടാ ഇവിടെ? എന്താ ഇവിടെ തർക്കം? എന്താ മാണിക്കുഞ്ഞെ, എന്താടാ? ഒന്നുമില്ലമ്മേ. ഒന്നുമില്ലെന്നോ? അമ്മേ, നാളെ ഹൽദി ചടങ്ങ് നടക്കാൻ പോവാ. സാറിനെ ഒരു രാജകുമാരനെ പോലെ ഒരുക്കി കൊണ്ടുപോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അത് പറഞ്ഞപ്പോ സാറിന് താല്പര്യമില്ലെന്ന്. എന്റെ അമ്മ, ഇയാൾ ഓരോ കല്യാണ വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടെ അതിലുള്ള പോലെ എന്റെ അടുത്ത് വേഷം കെട്ടണമെന്ന് പറഞ്ഞാ എനിക്കത് അനുസരിക്കാൻ പറ്റും. സാറേ, സാറിന്റെ വിവാഹത്തെ കുറിച്ചേ ഞങ്ങൾക്ക് ചില സങ്കല്പങ്ങളൊക്കെ കാണും. അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന വെച്ചാ പിന്നെ എന്താ ചെയ്യാ? എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് തന്റെ കല്യാണം ചെയ്തോളാൻ പറയും. ഞാനെന്താ കളരിക്ക തറവാട്ടിൽ ജനിച്ചാണോ? ഞാനെന്താ നവീൻ സാറിന്റെ പൊസിഷനിലാണോ? ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവണ്ടേ? എടോ, തനിക്കിപ്പോ എന്താ വേണ്ടത്? താൻ പറയുന്ന രാജാപ്പാട്ട് വേഷവും കിട്ടി ആളുകളെ ചിരിപ്പിക്കാനായിട്ട് ഞാൻ വന്നിറങ്ങണമെന്നാണോ? ഓ, മതി മതി. ഞാൻ ആദ്യം കരുതിയതേ വഴക്കിന് എന്തെങ്കിലും കാരണം കാണുമെന്ന. അയ്യേ, ഇതൊരുമാതിരി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ. അമ്മയം, വിവാഹത്തിന് ട്രഡീഷണൽ ഡ്രസ്സ് ധരിക്കണമെന്ന് പറയുന്നൊക്കെ ഓക്കെ, പക്ഷെ ഹൽദി നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു ചടങ്ങല്ലേ? നമ്മുടെ ലിസ്റ്റിൽ മുമ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്നേ. അതിന് നിക്കണമെങ്കിൽ അതിനായിട്ടുള്ള രീതി തന്നെ നിക്കണം, അല്ലാതെ ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഓ, തർക്കം വിടുന്നുണ്ടോ രണ്ടാളും? മോനെ, മാണിക്കുഞ്ഞ് പറയുന്നതിലും കാര്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ. വേഷത്തിന്റെ കാര്യത്തിലുള്ള കടുംപിടുത്തൊന്നും വേണ്ട. മാണിക്കുഞ്ഞിന്റെ മനസ്സിലും മാത്രമല്ല, നീ ഞങ്ങളുടെ മനസ്സിലും രാജകുമാരനല്ലേ? എന്നാ പിന്നെ ഹൽദി ചടങ്ങുകളുടെ തുടക്കമായിട്ടെ നമുക്കൊരു വാൾപ്പയറ്റ് കൂടി അങ്ങ് വെക്കാം. പയറ്റണം. ഞങ്ങൾ തീരുമാനിച്ചാലേ സാറ് പയറ്റണം, അല്ലേ അമ്മേ? നീ ഒന്നും മിണ്ടാതിരുന്നേ മാണിക്കുഞ്ഞെ. നവീൻ, വാൾപ്പയറ്റൊന്നും എന്തായാലും വേണ്ട. ബാക്കി കാര്യങ്ങള് അല്പ ആഡംബരത്തോടെ തന്നെ നടക്കണം. കളരിക്കൽ കുടുംബത്തിലെ ഇളമുറക്കാരന്റെ വിവാഹ ചടങ്ങ് ആൾക്കാര് എന്നെന്നും ഓർമ്മയിൽ വെക്കാനുള്ളതാവണം. അതേ ഞാനും പറഞ്ഞുള്ളൂ. അത് അമ്മ ഈ മൗനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. താൻ എവിടെ പോടോ? ഞാൻ എവിടെ പോകാനാ? ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ കല്യാണം നടത്തിയിട്ടല്ലാതെ ഈ മാണിക്കുഞ്ഞ് ഇവിടുന്ന് എവിടെയും പോകുന്ന ഒരു പ്രശ്നമില്ല. അങ്ങനെ സൂചിക്കണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേടാ. അതെനിക്കറിയാലോ അമ്മേ. ഞാൻ ചുമ്മാ വെറുതെ അയാളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചുമ്മാ പറയുന്നല്ലേ. എന്നാ പറയേ, ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇനി കാര്യങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അമ്മ ഏറ്റെടുത്തില്ലേ? അമ്മ പറഞ്ഞു എന്തിനും ഞാൻ റെഡി. വിവാഹം കേമാവണം, എല്ലാവർക്കും ഓർത്തു വെക്കാനുള്ള ഒരു ചടങ്ങ്.